ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമായി പ്രവാസി യുവാവ്. കക്കട്ട് സ്വദേശിയായ പൂവുള്ളതിൽ രതീഷാണ് വരയിൽ വിസ്മയം തീർക്കുന്നത്. സാമൂഹിക രാഷ്ട്രീയ കലാമേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ജീവസുറ്റ ചിത്രങ്ങൾ തൻ്റെ ക്യാൻവാസിലേക്ക് പകർത്തി വരയുടെ വിസ്മയം തീർക്കുകയാണ് ബഹ്റൈൻ പ്രവാസിയായ രതീഷ്. പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാരനായിരുന്ന രതീഷ് ഈ മേഖലയിൽ തൊഴിൽ പ്രതിസന്ധി രൂക്ഷമായതോടെ അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബം പുലർത്താൻ ബഹ്റൈനിലേക്ക് പോവുകയായിരുന്നു. അവിടെ ആഭരണ നിർമ്മാണശാലയിൽ 16 വർഷം ജോലി ചെയ്തു. 4ാം ക്ലാസ്സിൽ നിന്നു തുടങ്ങിയ ചിത്രരചന വർഷങ്ങൾക്കിപ്പുറം തൊഴിലിടങ്ങളിലും രതീഷ് കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു. 4 വയസ്സ് മുതൽ തുടങ്ങിയതാണ് ചിത്രം. സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് തുടങ്ങിയാണ് ചിത്രം വരാൻ തുടങ്ങിയത്. പിന്നെ സ്കൂൾ തലങ്ങൾ ഹൈസ്കൂൾ തലങ്ങളിലെത്തിയ ശേഷവും മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. അത്യാവശ്യം സമ്മാനങ്ങളും കാര്യങ്ങളും കിട്ടി. പിന്നെ പാർല കോളേജാണ് പഠിച്ചത്. പാർല കോളേജ് പഠിക്കുന്ന സമയത്ത് ജില്ലാതലത്തിൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പഠിപ്പ് കഴിഞ്ഞ് പിന്നെ സ്വർണ്ണപ്പണിയിലേക്ക് നീങ്ങി. അപ്പോഴും ചിത്രകല കൈവിട്ടില്ല, കൂടെ കൂട്ടി. പിന്നെ ജീവിത പ്രാരാബ്ദങ്ങളാൽ ഗൾഫിലേക്ക് 20ാം വയസ്സിൽ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ പോയ സമയത്ത് അവിടെ സ്വർണ്ണപ്പണി തന്നെയാണ്. പിന്നെ സൈഡായിട്ട് ഡിസൈനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. വര എന്നിട്ടും കൈവിട്ടില്ല. എന്നാലും പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഇല്ലായിരുന്നു. 16 വർഷം ബഹ്റൈനിൽ ജോലി ചെയ്തു. 16 വർഷം. പിന്നെ അവിടെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരെ ഛായാചിത്രങ്ങൾ വരച്ചിട്ട് അവരെ കാണാനുള്ള ആഗ്രഹത്തിൽ തന്നെ നേരിട്ട് കൊടുക്കുകയും, അതുപോലെ തന്നെ മമ്മൂട്ടി, മോഹൻലാൽ, സുഹാസ്, ശ്രീകുമാരൻ തമ്പി സാർ, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള കുറേ ആൾക്കാർ, അതുപോലെ തന്നെ പിന്നെ അവിടുത്തെ രാജാവിൻ്റെതായിട്ടുള്ള പിന്നെ പ്രധാനമന്ത്രി, അങ്ങനെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ ചിത്രങ്ങൾ തന്നെയാണ് വരക്കാൻ താല്പര്യം. പോർട്രേറ്റ് ചെയ്യാൻ തന്നെയാണ് താല്പര്യം. ഇപ്പം 7 മാസമായിട്ട് ഇപ്പം നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ജോലി ഇപ്പം അവിടെ ഏകദേശം ഒഴിവാക്കിയ ഒരു മട്ടിലാണ്. എന്നാലും ഇപ്പം നാട്ടിൽ ഇപ്പം ഓർഡർ അനുസരിച്ചിട്ട് ചിത്രങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് തന്നെ. അങ്ങനെ ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കലാണ്. അത്യാവശ്യം ഓർഡറും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കലാരത്നം ഫൗണ്ടേഷൻ ഓഫ് ആർട്ട് ഇന്ത്യ ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ചിത്രരചനാ മത്സരത്തിൽ 10ാം സ്ഥാനം രതീഷ് കരസ്ഥമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ പ്രതിഭ സംഘടനയിലെ ഒരു മുൻ ജനറൽ സെക്രട്ടറിയാണ് ഷെരീഫ് ഖാൻ. മൂപ്പർ ഒരു ഈസിൽ, അതായത് ഡ്രോയിങ് സ്റ്റാൻഡ് എനിക്ക് സമ്മാനമായിട്ട് അയച്ചു തന്നിരുന്നു. അങ്ങനെ ഒരുപാട് വിവിധ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ നല്ല സപ്പോർട്ടാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബഹ്റൈൻ ഭരണാധികാരിയടക്കം മലയാളികളുടെ പ്രിയ താരങ്ങളുടെയും MA യൂസുഫ് അലി അടക്കമുള്ള വ്യവസായ പ്രമുഖരുടെയും മറ്റു രാഷ്ട്രീയ പ്രമുഖരുടെയും ചിത്രങ്ങൾ രതീഷിന്റെ ക്യാൻവാസിൽ തെളിഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, KS ചിത്ര, യേശുദാസ് തുടങ്ങിയവർക്ക് ചിത്രം നേരിട്ട് നൽകാനും പ്രശംസ ഏറ്റുവാങ്ങാനും രതീഷിന് കഴിഞ്ഞിട്ടുണ്ട്. വരച്ച ചിത്രങ്ങളെല്ലാം പ്രദർശനത്തിന് വെക്കണമെന്ന വലിയ ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ഈ കലാകാരൻ. ന്യൂസ് ടൈം കുറ്റ്യാടി. കുറ്റ്യാടിയുടെ സ്വന്തം വാർത്താ ചാനൽ ന്യൂസ് ടൈം കുറ്റ്യാടി. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നാട്ടുവാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ.